The old day has come back. ഇതാ ഇത് 200. ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും. 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത്? അത് വൺ വേ. ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ? ലഗേജ് തുടർന്ന് എന്റെ കാശ് തന്നിട്ട്. നോക്ക്, പ്രശ്നം ഗുരുതരമാണെന്നാ തോന്നുന്നു. മുട്ടി നോക്കാം. പെണ്ണുങ്ങളുടെ എന്തോ ആവാന്നാണോ? ലഗേജ് തുടരുന്നാ പറഞ്ഞേ. നമ്മളത് കുറെ കണ്ടതാ. സമയം കളയാ, കാശ് എടുക്ക. എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ചാ ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അയാൾ 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായ? ലഗേജ് തരില്ലത്രേ. എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം ഈ തൊപ്പി തലയിൽ കയറിപ്പോയില്ലേ. പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. KLD 9031. എവിടെ തന്നെ ലൈസൻസ് ബുക്കും? ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട. സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ. അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവരാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2150 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ നകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നീ എപ്പോ വന്നു? ശകലം മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യമാവോ ചേട്ടാ ഞാൻ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നേ. വിളിച്ചത് കൊച്ചേട്ടനോ? എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടും കൂടിയൊക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീത്തയാക്കരുത് കേട്ടോ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്തൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോ സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം. കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ. നീ പിരിച്ചോടത്തോളം മതി. നീ എന്റെ ഷെയർ കടം പറയാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ അയക്ക് കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപമിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിട പറയുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോ സാറിനെ പോഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. സാരല്ല. നമസ്കാരം. അങ്ങോട്ട് കൂടി കടുപ്പിക്കുക. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോ സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഏതായാലും ഈ ദുഃഖവെളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിക്കും. പ്രഭാര ചെല്ല്. വെൽക്കം. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള, കോൺസ്റ്റബിൾ സുമതി, പ്രഭാകരൻ, അബ്ദു, കുഞ്ഞിക്കണാരൻ, സാറ് വന്നോട്ടെ, ഭരതൻ, ലക്ഷ്മണൻ, ശ്രീരാമൻ എടുക്കോടോ. ബോംബെ അല്ല എന്ത് പറ്റി എനിക്ക്? എന്താണിത്? എനിക്ക് മാപ്പ് തരണം. അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ 50 രൂപ. സാധാരണയായി 25% റേറ്റ്. ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എടുത്തോളൂ. ഞാൻ ഭിക്ഷ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. എടുക്കാനല്ലേ പറഞ്ഞത്? കാണേണ്ടതായിരുന്നു. രൂപയും പിടിച്ചുള്ള ആ നിൽപ്പും ഭാവവും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ശരിക്കും ഒന്ന് വരട്ടി. ഇനി ഒരിക്കലും ഈ മാതിരി കഞ്ഞി ഇടപാടിന് പോവില്ല. കഞ്ഞിത്തരവും കൈക്കൂലി വാങ്ങലും ശീലിച്ചവർ അത്ര എളുപ്പമൊന്നും മാറില്ലടി. ണ്ടല്ലോ. ഛേ, ചുമ്മാതിരിയടി. ആ പിന്നെ ഞാനിപ്പോ സ്ഥലത്തെ SI ആണെന്ന് അറിയാലോ. ഈ നാട്ടിലുള്ളവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. നിനക്കും വേണ്ട സംരക്ഷണം ഞാൻ തരാം. ഇനി നിന്നെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ നിന്റെ ഭർത്താവാങ്ങാനും വന്നാ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. വേണ്ട ആശേ, ഇനി അയാളുമായുള്ള ജീവിതമാവില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇപ്പോ അയാൾക്കും എന്നെ വേണമെന്ന് തോന്നുന്നില്ല. ദിവസവും ഓരോ പെണ്ണുങ്ങളാണത്ര കൂടെ. അച്ഛനും അമ്മയും കൂടി കണ്ടെത്തിയ മകളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ്. ഇന്നതിന്റെ പേരിൽ അവരെത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ മനസ്സിന്റെ ശാപമാണത്. ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ ഇവിടെ വട്ടത്തിലുള്ളത്? കടയിലെ സാധനങ്ങൾ എവിടെ പോണോ അളിയും ചോദിക്കാറില്ലേ? ദേ കണ്ടോ, ഈ കുപ്പിയിൽ 1 കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ. മോങ്ങാനിരിക്കുന്ന നായുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ ഓ, അപ്പൊ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാമല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവനിങ്ങ് വാ, 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാൽ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പ്രഭാര, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവൻ ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാൽ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണോ? അത് വേണം. ഒടുവിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ. അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ തന്നെ. അയ്യോ, 10 നോട്ടില്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നല്ലേ ഉള്ളൂ. മോനെ, ഒരു 10 രൂപ കൊടുത്തവന്. എന്തെങ്കിലും നടക്കണ്? ഞാൻ കെടുക്കല്ല, ഞാനോടെ വഴി എടുത്ത് കുത്തി കെടുത്തി കളഞ്ഞാണ്. ആര്? വാസു. ശ്വാസം കിട്ടില്ല. ഹലോ, യെസ്, കൊടുക്കാം. ഹലോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ അവന് ഊണായിട്ട് സെല്ലിനകത്ത് കയറിയപ്പോ അവൻ ഉറക്കം നടിച്ചെടുക്കായിരുന്നു. അബ്ദുവിന്റെ നിലവിളി കേട്ടിട്ടാ ഞാൻ ഓടിച്ചെന്നത്. അവന്റെ മോന്ത് കൊന്നിട്ട് ഓടിക്കളഞ്ഞെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിലെ ആദ്യത്തെ സംഭവം അത്. ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ, പെട്ടെന്നല്ലേ കാണാതായത്. അവന് മായയും മന്ത്രമൊക്കെ അറിയാവുന്ന പറഞ്ഞത്. Stop it.
വിവരക്കേട് പറയാതെ പോയി സെർച്ച് ചെയ്യൂ. നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാനേ ഓർഡർ. ആ SIയുടെ മുമ്പിൽ തല കാണിക്കാൻ വയ്യെന്നായി. തൊട്ടവനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ്ങ് ചാടിക്കുക. ഒരു 50 രൂപ വാങ്ങിയതിന്റെ പുലിവാര്. ഞാൻ അന്നേ പറഞ്ഞല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന്. പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് അവർ SI ആണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ആ വടിവാള് വാസുവിനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം ഒന്ന് തല ഉയർത്തി നിന്നതാ. ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി? കടയിൽ തീരെ ചരക്കില്ല. ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട. എന്നെ കൊണ്ട് തീരെ നിവർത്തിയില്ല. കൊച്ചിന് പിന്നെ വയറ്റിളക്കും. നിന്റെ പെങ്ങക്കാണി വ്യാക്കൂണും. രണ്ടാമത് വയറ്റുണ്ടെന്നാ തോന്നുന്നത്. അത് ശരി. അപ്പൊ ഇനി രണ്ടാമത്തെ പേരിന്റെ ചെലവ് ഞാൻ ഉണ്ടാക്കണം. എനിക്ക് മനസ്സില്ല. എന്റെ കുറ്റമല്ല. കണക്ക് സംസാരിക്കണം തെണ്ടി. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ ഒടിക്കും. അടക്കം ഒതുക്കായിട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ശരീരത്തിൽ കാക്കിയോടൊന്ന് കരുതി നീ അധികം നേളിക്കണ്ട. ഞാൻ വിചാരിച്ച നിന്റെ ജോലികളെ കഴിയും. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ. പോലീസ് ഉപ്പായത്തിന്റെ വില കാണിക്കരുത്. എന്താ ഇത്? ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? ഞാൻ കൊടുത്തിട്ടുള്ളതല്ലാതെ എന്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ? എന്നിട്ടും അവൻ പറഞ്ഞു കേട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ. നീ വാ, ഞാൻ പറയട്ടെ. എന്തൊരു കോല മോളെ ഇത്. നേരം പരവരാന്ന് വിളക്കുന്നതിന് മുമ്പ് ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ട ഇങ്ങോട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ. ദാമോദരൻ നിന്നെ ഇറക്കി വിട്ടെന്നോ? എന്തിനെ? പൊന്നുമോനെ വിളിച്ച് ചോദിക്കും. ഇന്നലെ രാത്രി നടുറോഡിലിട്ട് ഇഞ്ചി ചതക്കുന്ന പോലല്ലേ ചാച്ചത്. ശരീരത്തിൽ ഇടി കൊള്ളാത്ത ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. കുറച്ച് രൂപ ചോദിച്ചെന്ന് വെച്ച് ഇങ്ങനെ കടുകെ കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രായമായ പെമ്മക്കടെ മുമ്പിൽ തന്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്ക്. കാപ്പിയായ കാപ്പി കാപ്പി. എന്തിനാ കാപ്പി? കാലത്ത് അവരോട് കല്ല് തന്നെ ആവട്ടെ. മോള് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? എന്തൊരു ബഹളമായത്. അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? അതേടാ, അമ്മയ്ക്ക് വട്ട. എന്റെ പെണ്ണിനെ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം അനിയനോടാണോ പോലീസ് ഓർഡർ കാണിക്കുന്നത്? അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമില്ല, പിന്നെ തല്ലും. ഒരു പെങ്ങളെ കുറിച്ച് ആങ്ങളോട് പറയാൻ പാടില്ലാത്ത അയാൾ പറഞ്ഞു. അതുകൊണ്ടാണ് തല്ലിയത്. പോക്കർത്തരം പറഞ്ഞാൽ ഇനിയും തല്ലും. നിന്റെ തല്ലുള്ള ഞാൻ അങ്ങനെ നിന്ന് വന്നിട്ട് വേണ്ടേ? ബന്ധം വേർപെടുത്തും തീർത്തു പറഞ്ഞിരിക്കുക. അങ്ങനെ അവൻ പറഞ്ഞോ? എങ്കിൽ നീ രക്ഷപ്പെട്ടു. അച്ഛൻ അങ്ങനെ പറയാം. കയ്യിലൊന്നും വയറ്റിലൊന്നും ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാ. ആ വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ വയറ് കാലിയാ. ഇത്തിരി കാപ്പി എടുത്തേ. കാപ്പി. എടാ പ്രഭാകര, നീ പോയി അങ്ങോട്ട് ക്ഷമ ചോദിക്ക്. എന്റെ പട്ടി പോവും. എന്നാ പിന്നെ അവളോടെ നിക്കട്ടെ. അതാ നല്ലത്. ചേച്ചിയുടെ മാത്രം ചെലവ് നോക്കിയാൽ മതിയല്ലോ. അളിയന്റെയും കൂടെ നോക്കണ്ടല്ലോ. ഞാൻ വഴിയോതരായത് തന്നെ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഒരാഴ്ച ചേച്ചി ഇവിടെ നിക്ക്. 8ാം ദിവസം ഒരു പാട്ടും പാടി ചേട്ടൻ ഇവിടെ വരും. അത്ര തന്നെ. മോനെ നീ കക്കൂസരിക്ക. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. സാവധാനത്തിൽ പോയാൽ മതി. എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാ. വയസ്സായ മനുഷ്യന് തൂറാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്നാ. ഏതായാലും ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്ന് കിട്ടിയത്. ലോകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല അല്ലേ? ഇവനിത് എവിടെ? SP ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചക്കകം അവനെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത്? ഒരാഴ്ച കൊണ്ട്. എടോ, അതിന് ഇനിയില്ല 8 ദിവസം. അതിനിപ്പോഴേ ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പടച്ചോ അത്ര തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയും വേണ്ട. എന്തൊരു അന്യായമായി കാണിക്കുന്നത്. എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരിങ്ങ് എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ? നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ. 1 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്ക് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട. നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛാ ഒന്നിങ്ങോട്ട് നിന്നേ. വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്. ആരെങ്കിലും കാണും. എത്ര കാലമാ ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം.
ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോഞ്ചർക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അമ്മാവൻ അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്ത് ലീല ചേച്ചി കൊണ്ടു കൊടുത്തത്. ഞാനല്ലേ? ഇത് എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യൻ സമയമില്ല, നേട്ടോട്ട് ഓടുമ്പോഴാവും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട, എന്തിനിട്ട് കരയിക്കുന്നേ? ആ, എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ, മീൻ ഞാൻ വെട്ടാം. അമ്മ പൊടിയെടുത്ത് കുഴക്കി കൊണ്ടവിടെ കൊച്ചിനെടുത്തോ. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോന് കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വേണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊച്ചു നിന്നെ ഞാനിന്ന് തന്നെ നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. ഓ, അവിടെ ഒരു കൊച്ച് ഞാൻ വളർത്തിയാറി 3 എണ്ണത്തിന്. അവളൊരു തൻകാരിക്കാരി. എല്ലാവരും തൻകാര്യക്കാരി തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി എങ്ങനെയാ ഗോതമ്പൊടി മണ്ണി പോയതെന്ന്? എങ്ങനെയാ പോയതെന്ന് പറഞ്ഞു. ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാണവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ.